ഇസ്രയേലിലെ നരകം എന്ന് നാം കേട്ടിട്ടുണ്ടാകും. എന്നാൽ ഫെബ്രുവരി 28 ശനിയാഴ്ച തെക്കൻ ഇറാനിലെ ആ പെൺ പള്ളിക്കൂടം സാക്ഷ്യം വഹിച്ചത് അതിനേക്കാൾ ഭീകരമായ കാഴ്ചകൾക്കായിരുന്നു. 160-ലധികം പിഞ്ചു കുഞ്ഞുങ്ങൾ, അക്ഷരങ്ങൾ പഠിക്കേണ്ട പ്രായത്തിൽ ചിരിച്ചും കളിച്ചും നടന്ന ആ കുരുന്നുകൾ വെറും നിമിഷങ്ങൾക്കുള്ളിൽ ചില്ലുകഷ്ണങ്ങളെ പോലെ ചിന്നിച്ചിതറിപ്പോയി. ഇസ്രയേൽ ഇറാൻ സംഘർഷം 4ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ലോകത്തെ നടുക്കിയ ആ ക്രൂരതയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വിദ്യാലയങ്ങൾ പോലും ശ്മശാനങ്ങളായി മാറുന്ന ഈ യുദ്ധം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? തെക്കൻ ഇറാനിലെ ശാന്തമായ പട്ടണമായിരുന്നു മിനാബ്. അവിടുത്തെ ഷജാരെ തയ്യിബെ പെൺകുട്ടികളുടെ പ്രൈമറി സ്കൂളിൽ പതിവ് പോലെ ക്ലാസുകൾ നടന്നുകൊണ്ടിരിക്കെയാണ് ആ ദുരന്തം മിന്നൽ പിണർ പോലെ വന്നു വീഴുന്നത്. ഉച്ച സമയത്ത് കുട്ടികൾ പാഠപുസ്തകങ്ങളിൽ ശ്രദ്ധിച്ചിരുന്ന വേളയിൽ സ്കൂൾ കെട്ടിടത്തിന് നേരെ അതിശക്തമായ ബോംബാക്രമണമുണ്ടായി. നിമിഷങ്ങൾക്കുള്ളിൽ സ്കൂൾ കെട്ടിടം തകർന്നു വീഴുകയായിരുന്നു. 160 കുട്ടികളുടെ ജീവനാണ് ആ നിമിഷം ഇല്ലാതായത്. തങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്കൂൾ ബാഗുമായി പോയത് മരണത്തിലേക്കാണെന്ന് ആ മാതാപിതാക്കൾ അറിഞ്ഞിരുന്നില്ല. ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാഗ്ചി പങ്കുവച്ച ആകാശ ദൃശ്യങ്ങൾ കാണുന്ന ആരുടെയും ഉള്ളൊന്ന് പിടയും, വിറയ്ക്കും. കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളെ അടക്കം ചെയ്യാൻ നീളത്തിൽ കൂട്ടക്കുഴിമാടങ്ങൾ ഒരുക്കുന്ന ആ ദൃശ്യങ്ങളെ രക്തരൂക്ഷിതമായ കൊലപാതകമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി പുറത്തുവിട്ട വീഡിയോകൾ ആ രാജ്യത്തിന്റെ വേദനയുടെ നേർചിത്രമാണ് കാണിച്ചത്. ആയിരക്കണക്കിന് ആളുകളാണ് അലമുറയിട്ട് കരഞ്ഞുകൊണ്ട് വിലാപയാത്രകളിൽ പങ്കുചേർന്നത്. പിഞ്ചു കുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ ചിന്നിച്ചിതറിയ നിലയിലായിരുന്നുവെന്നത് ഈ ആക്രമണത്തിന്റെ ക്രൂരത എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നവയായിരുന്നു. അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ആശുപത്രികളെയും ലക്ഷ്യം വെക്കുന്നത് യുദ്ധക്കുറ്റമാണെന്നിരിക്കെ ഈ സംഭവത്തിൽ അമേരിക്ക ഇസ്രയേൽ സഖ്യത്തിനെതിരെ ലോകമെമ്പാടും പ്രതിഷേധം ഇരമ്പുകയാണ്. കൊല്ലപ്പെട്ട കുട്ടികളോടുള്ള ആദര സൂചകമായി അലി ഖമേനിയുടെ ചിത്രങ്ങളും ദേശീയ പതാകകളും ഏന്തി ഇറാനിലെ പ്രധാന നഗരങ്ങളിലെല്ലാം ജനങ്ങൾ തെരുവിലിറങ്ങിക്കഴിഞ്ഞു. യുനെസ്കോയും നോബൽ സമ്മാന ജേതാവായ മലാല യൂസഫ്സായും ഈ ആക്രമണത്തെ ശക്തമായി അപലപിച്ചു. അന്താരാഷ്ട്ര മാനുഷിക നിയമമനുസരിച്ച് വിദ്യാലയങ്ങൾ, ആശുപത്രികൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സിവിലിയൻ കേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് നേരെ ബോധപൂർവം ആക്രമണം നടത്തുന്നത് ഗുരുതരമായ യുദ്ധക്കുറ്റമാണ്. ഈ ആരോപണങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായതോടെ തിങ്കളാഴ്ച നടന്ന വാർത്താ സമ്മേളനത്തിൽ ഈ സംഭവത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ മറുപടി പറയേണ്ടി വന്നു. അദ്ദേഹം മറുപടി നൽകിയത് ഇങ്ങനെയാണ്: അമേരിക്കൻ സൈന്യം ഒരിക്കലും ബോധപൂർവം ഒരു സ്കൂളിനെ ലക്ഷ്യം വെക്കില്ലെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. എന്നാൽ നടന്നത് അമേരിക്കൻ ആക്രമണമാണോ എന്നത് സംബന്ധിച്ച് തങ്ങളുടെ യുദ്ധവകുപ്പ് അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ വാരാന്ത്യത്തിൽ നിലവിലുള്ള സൈനിക നീക്കങ്ങൾക്കിടയിൽ സാധാരണക്കാർക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചതായുള്ള റിപ്പോർട്ടുകൾ പരിശോധിച്ചു വരികയാണെന്നും US സെൻട്രൽ കമാൻഡ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഇറാനിൽ നിന്നുള്ള മരണവാർത്തകളെ കുറിച്ച് തനിക്ക് അറിവുണ്ടെന്നും അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഈ റിപ്പോർട്ടുകൾ പരിശോധിച്ചു വരികയാണെന്നും ഐക്യരാഷ്ട്രസഭയുടെ പീസ് ബിൽഡിംഗ് വിഭാഗം അണ്ടർ സെക്രട്ടറി ജനറൽ റോസ്മേരി ഡിക്കാർലോയും തിങ്കളാഴ്ച വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഈ ന്യായീകരണങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ട ജീവനുകൾക്ക് പകരമാവില്ലെന്ന് ഇറാൻ ഭരണകൂടം തറപ്പിച്ചു പറയുന്നു. അത്യന്തം ക്രൂരമായ ഈ നടപടിക്ക് തക്കതായ മറുപടി നൽകുമെന്നാണ് ഇറാൻ നൽകുന്ന മുന്നറിയിപ്പ്. ഓരോ മണിക്കൂറിലും മേഖലയിലെ സംഘർഷം കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധം തുടങ്ങുന്നത് ഭരണാധികാരികളാണെങ്കിലും അതിൻ്റെ ഏറ്റവും വലിയ ഇരകൾ എന്നും നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളാണ്. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കും അതിർത്തി തർക്കങ്ങൾക്കുമിടയിൽ ഹോമിക്കപ്പെടുന്നത് വരാനിരിക്കുന്ന ഒരു തലമുറയുടെ സ്വപ്നങ്ങളാണ്. മിനാബിലെ ആ കുഞ്ഞുങ്ങളുടെ മരണം ലോകത്തിന് നൽകുന്ന മുന്നറിയിപ്പ് വളരെ വലുതാണ്. ഈ പോരാട്ടം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് ആർക്കും അറിയില്ല. ഇറാന്റെ അടുത്ത നീക്കം എന്തായിരിക്കും?